ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രഞ്ജിതയും അരവിന്ദനും കൂടി വക്കീലിന്റെ വീട്ടിലെത്തി വക്കീലിനോട് സംസാരിക്കുകയാണ്. അപ്പം വക്കീലാണെങ്കിലോ രോഹിത് ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വലിയ കെണിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പം രഞ്ജിതയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആ ഡോക്യുമെന്റ്സ് എങ്ങാനും നമ്മൾ പൂത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമോ വക്കീലെന്ന് ചോദിക്കുമ്പം വക്കീല് പറയുക, എൻ്റെ പൊന്ന് രഞ്ജിതേ, എന്ത് മണ്ടത്തരമാണ് നീ പറയുന്നത്. അങ്ങനെ ഡോക്യുമെന്റ് ഒക്കെ പൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും ജയിലിലാകും. എന്തായാലും വക്കീലും കൂടി ജയിലിലാകുമെന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ അരവിന്ദനാണെങ്കിലും സമാധാനമാവുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും രഞ്ജു എന്ന് ചോദിച്ച് രഞ്ജിതയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രഞ്ജിതയാണെങ്കിലോ മനസ്സിലെ പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇനി വെറും ഒരു 4 മാസത്തെ കാലയളവ് മാത്രമല്ലേ ഉള്ളൂ. ആ കാലയളവിനുള്ളിൽ എങ്ങനെയെങ്കിലും സ്വത്തുക്കള് തൻ്റെ അധീനതയിൽ തന്നെ നിർത്തണം എന്നുള്ള കാര്യമാണ് രഞ്ജിത ആലോചിക്കുന്നത്. അപ്പൊ രഞ്ജിതയുടെ ആലോചന കാണുമ്പം സുദേവൻ വക്കീല് ചോദിക്കുന്നുണ്ട്, എന്താ രഞ്ജിത നിന്റെ അടുത്ത പ്ലാൻ എന്താന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട്, എന്തായാലും സമയമാകുമ്പോൾ ഞാൻ വക്കീലിനെ അറിയിച്ചോളാന്നും പറഞ്ഞ് രഞ്ജിതയും അരവിന്ദനും കൂടി അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. സുമിത്രയാണെങ്കിലോ സിദ്ധുവിന് ബ്ലഡ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് സുമിത്ര അവളുടെ ആ ഒരു പഴയകാല ജീവിതത്തിലേക്ക് പോകുന്ന സമയത്താണെങ്കിലോ തനിക്കൊരു ജോലി കിട്ടിയെന്നും ആ ഒരു ജോലിക്ക് താൻ പോയിക്കോട്ടെ എന്നുള്ള കാര്യമൊക്കെ സിദ്ധുവിനോട് ചോദിക്കുമ്പോഴത്തേക്കിനും സിദ്ധു ആണെങ്കിലോ നിനക്ക് എന്തിനാണ് ജോലി എന്നും, നീ എൻ്റെ കീഴിലല്ലേ ജീവിക്കുന്നത്, പിന്നെ നിനക്ക് എന്തിനാണ് പണത്തിന് ആവശ്യം വരുന്നത്, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി താമസിച്ചാൽ മതിയെന്ന് സിദ്ധാർത്ഥ് സുമിത്രയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്ര ആ ഒരു കിടപ്പിൽ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇവൾക്കാണെങ്കിൽ വലിയ വിഷമമൊക്കെ ഉണ്ട്. എത്രയൊക്കെ വന്നാലും ഭർത്താവായിരുന്നല്ലോ, അപ്പൊ അയാൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ഒരു സങ്കടം അത് തന്നെ. അപ്പം ഇങ്ങനെ ആലോചനയും കാര്യങ്ങളും ഒക്കെ കഴിയും. ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് സച്ചിൻ ആണെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുവാണ്. അപ്പം അന്നേരം നമ്മുടെ സരസ്വതിയമ്മ ആണെങ്കിലോ മഹാഭാവി വരുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ചോദിച്ചിട്ട് സച്ചിന്റെ ഷർട്ടിന്റെ കോളറിനെ കുത്തി പിടിക്കുകയാണ്. എടാ നീയാണല്ലേ എൻ്റെ മകൻ ഈ അവസ്ഥയിലാക്കിയതെന്നും പറഞ്ഞ് സച്ചിന്റെ കാരണം നോക്കി ഒരു അടിയങ്ങ് വെച്ച് കൊടുക്കുമ്പം സച്ചിനാണെങ്കിലോ കവിള് പൊത്തി പിടിച്ചുകൊണ്ട് സരസ്വതി അമ്മയുടെ നേരെ അങ്ങ് തിരിയാണ്. അതെ, നിങ്ങൾക്ക് എന്ത് അവകാശം ഇരിക്കുന്നു എന്നെ പിടിച്ച് തല്ലാനായിട്ട്? നിങ്ങളുടെ മകൻ വന്ന് വാങ്ങിയതാണത്, അല്ലാതെ ഞാൻ അയാളൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല എന്നും പറഞ്ഞ് സച്ചിൻ സരസ്വതി അമ്മയെ പിടിച്ച് ഒരൊറ്റ തള്ളുക. അപ്പം ഈ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലും ശീതളാണെങ്കിലും സച്ചിനെ തടയാൻ ശ്രമിക്കുമ്പോൾ സച്ചിനാണെങ്കിലും പിന്മാറാത്ത അവസ്ഥയിൽ. അപ്പൊ ശീതൾ പറയുന്നുണ്ട്, സച്ചിൻ ദയവ് ചെയ്ത് നിന്റെ ഈ കാട്ടായങ്ങളൊന്നും, ഇതൊരു ആശുപത്രിയാണ്, ഇവിടെ വന്ന് കാണിക്കരുതെന്നും പറഞ്ഞ് ശീതൾ തൊഴുകയോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ മര്യാദക്ക് എന്നോടൊപ്പം ഇപ്പൊ വന്നോണോന്നും പറഞ്ഞ് ശീതളിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ ശീതൾ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ അച്ഛനാണ് ഇവിടെ ആശുപത്രിയിൽ ഇത്രയും അത്യാസന്ന നിലയിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് നിന്നോടൊപ്പം വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ശീതൾ കട്ടായം പറയുകയാണ്. പക്ഷെ ഇതൊന്നും സച്ചിന് ലെവലേശം ഏശുന്നില്ല. സച്ചിനാണെങ്കിലോ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ശീതളിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സുമിത്ര അങ്ങോട്ട് വരികയാണ്. ധൈര്യം ഉണ്ടോ നിനക്ക് എൻ്റെ മോളെ കൊണ്ടുപോകാനെന്ന് ചോദിക്കുമ്പം സുമിത്രയുടെ മുന്നിലേക്ക് സച്ചിൻ വന്നിട്ട് പറയാണ്, ഉറപ്പായിട്ടും ഞാൻ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. പിന്നെ നിങ്ങളും നിങ്ങളുടെ അമ്മായിയമ്മയും അതുപോലെ തന്നെ വളർത്തുമകളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി ആ തന്തപ്പടീനെ നോക്കിയാൽ മതി, എൻ്റെ ഭാര്യയെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള കാര്യമൊക്കെ സച്ചിൻ പറയുക. അപ്പം ശീതളാണെങ്കിലോ ഇല്ല സച്ചിൻ, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നോടൊപ്പം വരില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നീ ഇവിടുന്ന് ഒരടി അനങ്ങില്ല എന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ ഇത്രയും കാലവും എൻ്റെ മകളോട് നീ ചെയ്തു കൂട്ടിയ ദ്രോഹവും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സച്ചിൻ ഞാൻ ഈ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇനി ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ സുമിത്ര സംസാരിക്കുകയാണ്. അപ്പോൾ ഉടനെ ശീതൾ പറയുന്നുണ്ട്, നീ എന്നെ ചതിക്കുമല്ല, ഒരമ്മയാകാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം അതെല്ലാം നീ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയല്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സച്ചിന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഞാനാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് കുഞ്ഞു വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് നിനക്ക് ഇനി ഒരു കുഞ്ഞിന്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ കൂടെ എന്നും എൻ്റെ അടിമയായി തന്നെ ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പം സുമിത്ര പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്, എന്തായാലും എൻ്റെ മകളെ ഞാൻ നിന്നോടൊപ്പം വിടില്ല എന്നും പറഞ്ഞ് സുമിത്ര ദേഷ്യപ്പെടുമ്പം ശീതളാണെങ്കിൽ ഒരിക്കലും
ഒരിക്കലും ഞാൻ തൻ്റെ കൂടെ വരില്ല. അപ്പം സച്ചിൻ അന്നേരം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ, ഇനി ഒരിക്കലും എൻ്റെ വീടിൻ്റെ വാതിൽ നിന്റെ മുന്നിൽ തുറക്കില്ല എന്നുള്ള കാര്യം. അതെന്തേലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ശീതളാണെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുക. അപ്പൊ സച്ചിൻ ദേഷ്യപ്പെട്ടിട്ട് സുമിത്രയെ നേരെ നിന്നൊന്ന് നോക്കിയിട്ടാണ് സച്ചിൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഈ സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സുമിത്ര ഭയങ്കരമായിട്ട് ശീതളിനെ ആശ്വസിപ്പിക്കുകയാണ്. എൻ്റെ മോൾ ഒരിക്കലും വിഷമിക്കേണ്ട, എൻ്റെ മോൾക്ക് എപ്പോഴും അമ്മ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ ശീതളാണെങ്കിലോ ഇതിനെല്ലാം കാരണക്കാരി ഈ അച്ഛമ്മയാണ്. ഞാൻ അമ്മയെ കാണാൻ വീട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം സച്ചിനെ വിളിച്ചറിയിച്ചത് ഈ അച്ഛമ്മ തന്നെയാണ് എന്നുള്ള കാര്യം സുമിത്രയുടെ മുന്നിൽ നിന്നുകൊണ്ട് ശീതൾ വിളിച്ചു പറയുകയാണ്. അപ്പോഴാണ് സരസ്വതി അമ്മയുടെ കള്ളി വെളിയിലാവുന്നത്. സരസ്വതി അമ്മ തന്നെയാണ് ആ ഒരു പണി ഒപ്പിച്ചത്. അപ്പൊ സുമിത്രയുടെ മുന്നിൽ സരസ്വതി അമ്മ അങ്ങ് ചൂളി നിൽക്കുക കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് സ്വന്തം മകന് വേണ്ടി സുമിത്ര ചെയ്തത്. പക്ഷെ ഈ തള്ള ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ പൂജ പറയുന്നുണ്ട്, ഇത് ആശുപത്രിയായി പോയത് കൊണ്ട് മാത്രം അച്ഛമ്മ ഞങ്ങൾ വെറുതെ വിടുവാന്നും പറഞ്ഞ് പൂജയും അവിടെ നിൽക്കുന്നുണ്ട്. സുമിത്രയും പറയുന്നുണ്ട്, ഇവരുടെ സ്വഭാവം നമ്മൾ എപ്പോഴും കാണുന്നത് തന്നെയാണല്ലോ മോളെ, എത്ര കിട്ടിയാലും ഇവര് നന്നാവില്ല എന്ന് പറയുകയാണ്. അപ്പൊ ആ സീൻ കഴിയുമ്പോൾ നമ്മുടെ അനിരുദ്ധും അതുപോലെ സിദ്ധുവിന്റെ സെക്രട്ടറിയും കൂടി നമ്മുടെ സച്ചിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ സച്ചിന്റെ വീട്ടിലെത്തിയതും അവിടെ മുഴുവനും തപ്പി നടന്നിട്ടും സച്ചിനെയും ശീതളിനെയും കാണുന്നില്ല. അപ്പൊ അവർ മടങ്ങി പോരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് സച്ചിന്റെ കാർ അങ്ങോട്ട് വരുന്നതും സച്ചിൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും കാണുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ അനിരുദ്ധാണെങ്കിൽ ചെല്ലുമ്പം ആഹാ അളിയൻ ഇതെപ്പോ എത്തി എന്നുള്ള രീതിയിൽ സച്ചിൻ സംസാരിക്കുകയാണ്. സച്ചിന്റെ ഒരു പുച്ഛഭാവത്തിലുള്ള സംസാരം കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധാണെങ്കിലോ ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതും വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടിട്ട്. അപ്പൊ ഉടനെ തന്നെ ശീതൾ എവിടെയാന്ന് ചോദിക്കുമ്പം ശീതൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, ശീതൾ എവിടെയൊക്കെയോ നടക്കുകയാണ്, എന്തായാലും അവളുടെ കാര്യങ്ങളൊന്നും അനിരുദ്ധ എന്നോട് ചോദിക്കേണ്ടെന്നും പറഞ്ഞ് സച്ചിൻ വീട്ടിലേക്ക് കയറിപ്പോവാൻ തുടങ്ങുകയാണ്. ഉടനെ തന്നെ അസിസ്റ്റന്റിനൊരു സംശയം, ഈ വീട്ടിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരനും കൂടി കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ആള് നമ്മുടെ അനിരുദ്ധിന്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ ഇവൻ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, സാറിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്തായാലും അതൊന്ന് അന്വേഷിക്കണമെന്നും പറഞ്ഞ് സച്ചിന്റെ പിന്നാലെ പോകുമ്പോൾ അല്ല ഇത് എങ്ങോട്ടാ ഇടിച്ചു കയറി വരുന്നത്, ശീതൾ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, ശീതൾ മാത്രമല്ലല്ലോ നിന്നെ തിരക്കി ശീതളിന്റെ അച്ഛനും ഇവിടെ വന്നല്ലോ, ഞാനാണ് അദ്ദേഹത്തെ ഈ വീടിന്റെ പടിക്കൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത് എന്നുള്ള കാര്യം ആ കൂട്ടുകാരൻ ചേട്ടൻ പറയാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അതിനെന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്, ആളിവിടെ ഇല്ല, അയാൾ ഇവിടെ വന്നോ വന്നില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, നീ കള്ളത്തരമാണ് പറയുന്നത്, നിന്റെ മുഖലക്ഷണം കണ്ടാൽ തന്നെ നല്ല അപലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അസിസ്റ്റന്റ് ചേട്ടൻ സച്ചിന്റെ കുത്തിന് ഇങ്ങനെ കയറി പിടിക്കുകയാണ്. അപ്പൊ പിടിച്ചപ്പോഴത്തേക്കിനും സച്ചിനാണെങ്കിലോ എന്താണോ താനീ കാണിക്കുന്നത്, എന്റെ കഴുത്തിൽ നിന്ന് പിടിവിടെന്ന് പറയുക, ഇല്ലടാ നീ സത്യം പറയാതെ നിന്റെ മേത്തൊന്നും ഞാൻ പിടിയെടുക്കില്ല, സത്യം പറ എന്റെ സാറിന് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പം സച്ചിനാണെങ്കിലോ വിട് ഞാൻ പറയാന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ്. ഫ്ലവർ വൈസ് വെച്ച് നമ്മുടെ സിദ്ധുവിന്റെ തല അടിച്ച് പൊട്ടിച്ച കാര്യവും അതുപോലെ തന്നെ നിന്റെ അച്ഛനെ കാണണമെങ്കിൽ ആശുപത്രിയിലുണ്ട്, ആശുപത്രിയുടെ പേരുൾപ്പെടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സച്ചിൻ ഇത്രയ്ക്ക് വലിയൊരു ക്രിമിനൽ ആണ് എന്നുള്ള കാര്യം അനിരുദ്ധിന് ഇപ്പോഴാട്ടോ മനസ്സിലായത്. അനിരുദ്ധാണെങ്കിലോ നീ ഇത്രയൊക്കെ ഒപ്പിച്ചു, എന്റെ അച്ഛന് പകരം അത് ശീതളിനാണ് സംഭവിച്ചിരുന്നെങ്കിലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പം ശീതളിന് സംഭവിച്ചാൽ എന്താ, ശീതളിന്റെ തല പൊട്ടി ചോര വരും, അവളല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോകും, അത്രയല്ലേ സംഭവിക്കുകയുള്ളൂ. അതെ വലിയ ഭീഷണിയും കാര്യങ്ങളും ഒന്നും വേണ്ട, നിന്റെ അച്ഛനെയും നിന്റെ പെങ്ങളെയും കാണണമെങ്കിൽ ആശുപത്രിയിലേക്ക് വിട്ടോളാൻ പറഞ്ഞ് സച്ചിൻ അങ്ങ് കയറി പോവാ. അപ്പൊ ഈ സമയത്താണെങ്കിലോ അസിസ്റ്റന്റ് ചേട്ടൻ പറയാണ്, എന്നാ നമുക്ക് പോയി സാറിനെ കാണാമെന്നും പറഞ്ഞ് അനിരുദ്ധിനെയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അനിരുദ്ധിന്റെ ഫോണിലേക്ക് സ്വരമോള് വിളിക്കുകയാണ്. അച്ഛ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എന്നുള്ള കാര്യമാണ്. അപ്പൊ സ്വരമോള് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. മോളോട് കാര്യം അന്വേഷിക്കുമ്പോഴത്തേക്കിനും അനന്യയ്ക്കൊരു തലകറക്കം ഉണ്ടായെന്നും അതുകൊണ്ട് തന്നെ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പം പെട്ടെന്ന് തന്നെ അനി ഈ അസിസ്റ്റന്റ് ചേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ ചേട്ടൻ ആശുപത്രിയിലേക്ക് പോയിക്കോളൂ, എന്റെ ഭാര്യയ്ക്ക് ഒരു തലകറക്കം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിലെത്തണം, അവളെ ആശുപത്രി കൊണ്ടുപോകണം, അതിനുശേഷം ഞാൻ അച്ഛനെ കാണാൻ ആശുപത്രിയിലേക്ക് വരാമെന്നും പറഞ്ഞു പോവുകയാണ്. അപ്പൊ തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ വയ്യാണ്ടായി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെന്താ ചെയ്യുന്നത്, എന്തൊരു അച്ഛനും മക്കളും ഒക്കെയാണ്, ഒരു സ്നേഹവും ഇല്ലാത്ത മക്കളാണല്ലോ എന്നുള്ള കാര്യമൊക്കെ അയാൾ ആലോചിക്കുകയാണ്. അപ്പൊ ഈ സീൻ കഴിയുമ്പോഴോ നമ്മുടെ അരവിന്ദനാണെങ്കിൽ
പങ്കജിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ പങ്കജ് ചോദിക്കുന്നുണ്ട്, എന്റെ പൊന്നു ഡാഡി, നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യുമല്ലായിരുന്നോ? നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണെന്നും ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ രഞ്ജിത വിളിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം അരവിന്ദൻ പറയുമ്പോഴത്തേക്കിന്, മമ്മിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, എന്താ മമ്മി എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം രഞ്ജിത പറയുന്നുണ്ട്, എടാ കാല് നമ്മൾ നിൽക്കുന്ന ആ ഒരു മണ്ണ് വരെ ഒലിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഇതൊന്നും അറിയാതെയല്ലേ ഈ കറങ്ങി നടക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, നിന്റെ പാർട്ടിയും കൂത്തും എല്ലാം അവസാനിക്കാറായി. നമ്മുടെ ഈ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടാൻ അധിക ദിവസം ഇല്ല എന്നുള്ള കാര്യം പറയുമ്പം എന്താണെന്നുള്ളത് വ്യക്തമായി പറയാ. അപ്പൊ രഞ്ജിത ഉടനെ ചോദിക്കുന്നുണ്ട്, നീയും അതുപോലെ പൂജയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ, ഒരു കുഴപ്പമില്ല. അല്ലട പൊട്ടാ, ഞാൻ ചോദിച്ചത് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ എന്ന് തന്നെയാണ്. മമ്മി എന്താ എനിക്ക് വേറെ വല്ല കല്യാണം ആലോചിക്കുവാണോ എന്ന് പങ്കജ് ചോദിക്കുകയാണ്. അപ്പൊ പങ്കജിനോട് പറയുന്നുണ്ട്, കല്യാണാലോചനയൊന്നും അല്ല, അവള് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞോന്ന് ചോദിക്കുക. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും പങ്കജ് പറയുന്നുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം അവളോട് അങ്ങനെ സംസാരിച്ചപ്പം അവൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. പിന്നെ അവളുടെ മുന്നിൽ ഞാനൊരു അത്യാവശ്യം നല്ലൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവൻ പറയുക. അപ്പം നീ എന്തായാലും പൂജയെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം രഞ്ജിത മകനോട് പറയുമ്പം നമ്മുടെ പങ്കജാണെങ്കിൽ അമ്പരന്ന് നിൽക്കുകയാണ്. മമ്മി ഇങ്ങനെയൊക്കെ മാറാനും വേണ്ടി എന്താ സംഭവം എന്ന് ചോദിക്കുക. അതെ, സ്വത്തുക്കളെല്ലാം രോഹിതേട്ടൻ പൂജയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു രേഖ അവൾക്ക് 25 വയസ്സാകുമ്പോഴത്തേക്കിനും അത് വക്കീൽ കൊണ്ടുവന്ന് കാണിക്കും എന്നുള്ള കാര്യമൊക്കെ പറയുക. അതുമാത്രമല്ല, 5 കോടി രൂപയാണ് പൂജയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും കേൾക്കുക. അപ്പൊ പങ്കജാണെങ്കിൽ കിട്ടിയുടെ അപ്പനെ കിട്ടി, ലോട്ടറി തന്നെയാണ്. ഇനിയിപ്പൊ മമ്മി കൂടി സൈഡിൽ നിൽക്കുന്ന അവസ്ഥയിലാവുമ്പോൾ തനിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ രഞ്ജിതയാണെങ്കിലോ സ്വന്തം സഹോദരന്റെ മകളാണെങ്കിലും എങ്ങനെയെങ്കിലും പൂജയെ ട്രാപ്പിലാക്കണം, അവളുടെ പേരിൽ വരുന്ന സ്വത്തുക്കളെല്ലാം തൻ്റെതാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥ തന്നെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും കാണുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്